CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കുതന്ത്രങ്ങൾ മെനയുന്നത് CPM-ന്റെ സ്ഥിരം ശൈലിയാണ്. MK രാഘവനെതിരെ കരീംഖായും ഷാഫി പറമ്പലിനെതിരെ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് വന്നത് ഇതിൻ്റെ ഉദാഹരണമാണ്. മുസ്ലിം ലീഗിൻ്റെ വഴിത്താരയിലേക്ക് സമസ്തയുടെ പേരിൽ മരച്ചീളിടാൻ ശ്രമിച്ച CPM-ന് വലിയ പ്രഹരമാണ് ലഭിച്ചതെന്നും സാദിഖ് അലി തങ്ങൾ കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സാദിഖ് അലി തങ്ങളുടെ വിമർശനം. മുബഷീർ പി അക്ബർ. മുബഷീർ, എന്തൊക്കെ വിമർശനങ്ങളാണ് സാദിഖ് അലി തങ്ങൾ ഉന്നയിക്കുന്നത്? നികേഷ് കുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ CPIM-നെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ചന്ദ്രിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം CPM-നെതിരെ ഉന്നയിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കുതന്ത്രങ്ങൾ മെനയുന്നത് CPM-ന്റെ സ്ഥിരം ശൈലിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് MK രാഘവനെതിരെ LDF സ്ഥാനാർത്ഥിയായ കരീംഖ, ആ നിലയിൽ കരീംഖ എന്ന പേരുപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തിയും ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് വന്നതും ഇതിന്റെ ഒരു ഉദാഹരണമാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമുദായത്തിലെ സംഘടനകളുടെ പൊതുവായ പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ്. CPIM ഈ ഒരു ഘട്ടത്തിലും തിരിച്ചറിഞ്ഞിട്ടില്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ മതനിരാസ അടിത്തറയിലുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് സമസ്തയെ ശിഥിലമാക്കാൻ മോഹമുണ്ടാകും. എന്നാൽ മുസ്ലിം ലീഗിന്റെ വഴിത്താരയിലേക്ക് സമസ്തയുടെ പേരിൽ മരച്ചീലിടാൻ ശ്രമിച്ച CPM-ന് വലിയ പ്രഹരമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇതിനുശേഷം പൊന്നാനിയിലെ വലിയ വിജയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാദിഖ് അലി തങ്ങൾ അത്തരം ഒരു അഭിപ്രായം പങ്കുവെക്കുന്നത്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് CPM-ന് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാകും എന്നത് പറയുന്നതൊക്കെ വെറും തമാശയാണ്. കൂടാതെ അതൊക്കെ തന്നെ ശത്രുക്കളുടെ വെറും വ്യാമോഹം മാത്രമാണ്. ഈ ഒരു ശത്രുക്കളുടെ നിരയിൽ CPIM വന്നു എന്നും അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഇസ്ലാമോഫോബിയാണ് പിണറായി പോലീസിന്റെ മുഖമുദ്രയെന്ന് ഘടകകക്ഷിയായ CPI പോലും ആരോപിച്ചെന്നും സാദിഖ് അലി തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും വലിയ വിമർശനം, ഒരുപക്ഷെ സമീപകാലത്തൊന്നും അദ്ദേഹം CPM-നെതിരെയും കമ്മ്യൂണിസത്തിനെതിരെയും ഇത്രയധികം രൂക്ഷമായ വിമർശനം നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സമസ്തയിലെ ഒരു വിഭാഗം CPM-നെതിരായി പരസ്യമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം ചന്ദ്രികയിലൂടെ സാദിഖ് അലി തങ്ങൾ നടത്തിയിരിക്കുന്നത്. നികേഷ് കുമാർ, സമസ്തയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള CPM ശ്രമം അടക്കമുള്ള വിഷയങ്ങളിലാണ് സാദിഖ് അലി തങ്ങളുടെ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കുതന്ത്രങ്ങൾ മെനയുന്നത് CPM-ന്റെ സ്ഥിരം ശൈലിയാണ്. MK രാഘവനെതിരെ കരീംഖ രംഗത്ത് വന്നത്, ഷാഫി പറമ്പലിനെതിരെ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് വന്നത്, ഇതൊക്കെ ഉദാഹരണങ്ങളാണ് എന്നാണ് സാദിഖ് അലി തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സാദിഖ് അലി തങ്ങളുടെ ഈ കാര്യങ്ങളിലുള്ള പരാമർശങ്ങൾ.